ഒരു സുഹൃത്ത് ദീർഘകാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ വിലപിടിപ്പുള്ള കാറുകളൊക്കെ വാങ്ങി റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിനും ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത സ്വപ്നമായിരുന്നു ഒരു കാറ് സ്വന്തമായി വില കൊടുത്ത് വാങ്ങി കുടുംബത്തോടൊപ്പം ഒന്ന് യാത്ര ചെയ്യണമെന്ന്. പക്ഷെ അദ്ദേഹം കാശൊക്കെ സ്വരൂപിച്ച് വെച്ചിട്ട് അത് വാങ്ങാനുള്ള ഏകദേശം ഒരു തുക എത്താറായപ്പോൾ ആ മനുഷ്യൻ രോഗബാധിതനായി. ക്യാൻസർ വന്നിട്ട് അയാളുടെ സ്വപ്നം എന്നോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ലോകം നമ്മുടെ എല്ലാ സ്വപ്നവും സഫലീകരിക്കുന്ന ലോകമല്ല. എന്നാൽ അള്ളാഹു ഈ ലോകത്ത് നമുക്ക് ആഗ്രഹം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മരണാനന്തരം ഒരു ലോകമുണ്ടോ എന്ന് വിശ്വസിക്കുന്നവരല്ല, അതിലുറച്ചു വിശ്വസിക്കുന്നവരാണ്. അതാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിൻ്റെ 97-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ. ഒരാൾ ആണാകട്ടെ പെണ്ണാകട്ടെ സത്യവിശ്വാസിയായിക്കൊണ്ട് അള്ളാഹു സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ ഫലനുഹ്യിയന്നഹു, അള്ളാഹു പറയണ്, ഞാൻ അയാളെ ജീവിപ്പിക്കും, ഹയാത്തൻ ത്വയ്യിബ, സമാധാനമുള്ള ഒരു ജീവിതം. ഈ ലോകത്ത് എന്ത് പ്രതിസന്ധി വന്നാലും മനസ്സാടി പോകാതെ ഒരു സമാധാന ചിത്തമായ ഒരവസ്ഥയിലേക്ക് മാറും. ഈ ലോകത്തെല്ലാ സ്വപ്നങ്ങളും നടന്നില്ലെങ്കിലും വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന് നാളെ പരലോകത്ത് മരണമില്ലാത്ത അനന്തമായ അനശ്വരമായ ആ ലോകത്ത് അള്ളാഹു നമ്മുടെ സ്വപ്നങ്ങൾ സഫലമാക്കി തരും. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹു ഉണ്ടോ എന്നല്ല, പടച്ചവനുണ്ട് എന്നും മരണാനന്തരം ഒരു ലോകമുണ്ട് എന്നും അവനോടൊന്നിനെയും പങ്കുചേർക്കാതെ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് മാതൃക കാണിച്ചു തന്നതുപോലെ ഉറച്ച ദൃഢവിശ്വാസികളായി അള്ളാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ലോകത്ത് വിജയികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.